ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഞാനൊരു ഷവർമ പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസിയും ടേസ്റ്റി ആയിട്ട് ഷവർമയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ പോള തയ്യാറാക്കിയെടുക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം. ഇനി ഷവർമ പോളക്ക് വേണ്ടിയിട്ട് 250 ഗ്രാമോളം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബോൺലെസ് ചിക്കനാണ് എടുത്തത്. ബോണോട് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഒന്ന് പിച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, സാധാരണ മുളക് പൊടിയോ, പിന്നെ ഗരം മസാലപ്പൊടി, ഉപ്പ് ഇത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. കൂടെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1-2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ അരമണിക്കൂറോളം ഇതിങ്ങനെ പൊടികളൊക്കെ പുരട്ടി വെച്ചതായിരുന്നു. ഒരു അരമണിക്കൂറെങ്കിൽ മാക്സിമം വെക്കണം. ഇനി നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1-2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അതിലുള്ള എണ്ണയൊക്കെ വറ്റി വരുന്ന ആ രീതിക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഷവർമയുടെ ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി 2.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. തിളപ്പിക്കൊന്നും വേണ്ട, നമുക്കിതൊന്ന് ബ്രെഡൊന്ന് കുതിർത്തി എടുക്കാനുള്ളത്. അപ്പോൾ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ പോള സെറ്റ് ചെയ്യുന്നത് അതിന് കണക്കായിട്ടുള്ള ബ്രെഡ് പീസസ് എടുത്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഈ ബ്രെഡിൻ്റെ ആ ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഞാൻ ഇതിൻ്റെ ആ ബ്രൗൺ പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ബ്രൗൺ പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഷേപ്പിലൊന്നും കട്ട് ചെയ്തെടുക്കണം എന്നില്ല കേട്ടോ, കൈകൊണ്ട് പിച്ചെടുത്താലും മതി. ഈ കട്ട് ചെയ്തെടുക്കുന്ന ബ്രൗൺ പാർട്ട് ഒന്ന് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് വെച്ചാൽ നമുക്ക് വേറൊരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഒരു ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ അത് കളയണ്ട, അതിന് വേണ്ടി എടുക്കുക. അപ്പോൾ ഇതാ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഷേപ്പിലൊന്നും വേണമെന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ചൂടാക്കി വെച്ച പാലുണ്ടല്ലോ, അതൊന്ന് ലൈറ്റ് ചൂടിൽ, നല്ല ചൂടൊന്നും വേണമെന്നില്ല, ലൈറ്റ് ചൂടിൽ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. പാല് കൊണ്ട് കുതിർത്തിയതിന് ശേഷം ഒരു 2 മുട്ട, വലിപ്പം അനുസരിച്ചിട്ട് മുട്ടയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഒരു മുട്ടയാണ് ആദ്യം അടിച്ച് ഒഴിച്ചതെങ്കിലും പോരാൻ തോന്നിയിട്ട് ഒന്നുകൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 മുട്ട ടോട്ടലി ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തേ. ആ മുട്ടയിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ആയിട്ടുണ്ട്. ഇതുപോലെ ഉടയണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കുതിർന്ന് കിട്ടിയാലും മതി. എൻ്റെ അത് കുറച്ച് ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ബേസ് തയ്യാറാക്കാനല്ലേ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ, ഒരു വ്യത്യാസമൊന്നും വരില്ല ഉടഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട്. ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലല്ലേ ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പോളം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. എന്നിട്ട് ആ കൺസിസ്റ്റൻസി നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടെ അടിക്കണം കേട്ടോ. എൻ്റെത് ഇപ്പോൾ കറക്റ്റായിരുന്നു. ഇപ്പോൾ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അടിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഷവർമ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ പീസ് കാബേജ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ തന്നെ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി ഞാൻ തന്നെ സീഡ്സൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച ചിക്കനില്ലേ ഫ്രൈ ചെയ്തിട്ട്, അതുകൂടെ ഈ സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ടതല്ലേ, അപ്പം വെജിറ്റബിൾസ് ഇട്ടതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തതേ ഉള്ളൂ, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് മയണൈസ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. മയണൈസും ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് മാറ്റി വെക്കണം കേട്ടോ. നമുക്ക് പോള തയ്യാറാക്കുമ്പോൾ അത് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചൊന്ന് മിക്സിങ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതും ലൂസായി പോകാൻ പാടില്ല ഫില്ലിങ്. കാരണം നമ്മൾ പോള സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടാവും ഫില്ലിങ് ലൂസായാലും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കി ചേർത്ത് കൊടുക്കുക. ഞാൻ നോക്കിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ കുറച്ച് ബാക്കിയും വെക്കണേ മയോണൈസ്. കൂടെ തന്നെ കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിനാഗിരിയൊക്കെ ചേർക്കുന്നത് എന്നതുകൊണ്ട് മയോണൈസ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി പോള സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ച ബ്രെഡ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ പാത്രത്തിലോട്ട് ഒന്നിങ്ങനെ നമുക്ക് ബേസ് തയ്യാറാക്കുന്ന രീതിക്ക് ആദ്യം ഒന്ന്
കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. കൂടുതൽ പിന്നെ തടിയും ആവരുത്, എന്നാൽ അധികം അങ്ങ് തിന്നും ആവരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, തടിയായാലും തിന്നായി പോകരുത്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് എല്ലാ ഭാഗം ആവുന്ന വിധത്തിലൊന്ന് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ കണ്ടോ, കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഏതെങ്കിലും ഒരു പാന്, ഏത് പോള ഉണ്ടാക്കുമ്പോഴും പാനിൻ്റെ അടിയിലോട്ട് ഏതെങ്കിലും ഉപയോഗിക്കാത്ത തവയോ അല്ലെങ്കിൽ ഫ്ലെയിം കൺട്രോളറോ എന്താണെന്ന് നിങ്ങളുടെ കയ്യിൽ അത് വെച്ചിട്ട് വേണം പോള സെറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ ഞാൻ അതൊന്ന് സെറ്റായി ഒന്ന് വലിഞ്ഞ് വന്നാൽ മതി. അതിന് ശേഷമാണ് ഫില്ലിങ് വെച്ച് കൊടുക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ കുറച്ച് സമയം ഒന്ന് ഫ്ലെയിമിൽ വെച്ചപ്പോൾ തന്നെ അതൊന്ന് ബേസ് ഒന്ന് സെറ്റായിട്ടുണ്ട്. ബേസ് ഹാർഡായി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ആ ഫില്ലിംഗ് ഇല്ലേ, ഈ മാറ്റി വെച്ചത്, അത് ഇതിൻ്റെ മുകളിലേക്ക് ഷവർമ ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. ഫില്ലിംഗ് ഇടുന്നതിന് മുൻപായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മയോണൈസ് മുഴുവനായിട്ട് തേച്ച് കൊടുത്തിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. സെൻറ്ററിലോട്ട് മസാല വെച്ചതിന് ശേഷം സൈഡിലോട്ടാണ് പിന്നെ ഇത് വെക്കുന്നത്, മയോണൈസ് സൈഡിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. മയോണൈസ് തേച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മസാല കംപ്ലീറ്റ് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച ബ്രെഡില്ലേ, അതുകൂടെ ഇതിൻ്റെ മുകളിലേക്ക് വേണം ഇട്ട് കൊടുക്കുക. കവർ ചെയ്യണമല്ലോ. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. മുഴുവൻ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മാറ്റി വെക്കണം മയോണൈസ് ഇതിനൊക്കെ കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മയോണൈസ് ബാക്കി വന്നതുകൂടെ കംപ്ലീറ്റ് അങ്ങ് തേച്ച് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഫസ്റ്റ് ലെയറിന് കംപ്ലീറ്റ് തേച്ചിട്ട് മസാല വെക്കണം, അങ്ങനെ വെക്കുക കേട്ടോ. ഇനി ബാക്കിയുള്ള പിന്നെ ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ മാറ്റി വെച്ചത്, ഫ്രൈ ചെയ്തെന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ലെയറിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് വെജിറ്റബിൾസും കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി എന്നും പറയുന്നത് പോലെ ഗ്ലാസ് ലിഡാണെങ്കിൽ അതിന് ഹോൾസ് ഉണ്ടാവുമല്ലോ, അത് അടച്ച് വെച്ച് കൊടുക്കുക. ഇതൊക്കെ പറയുന്നത് പുതിയ സബ്സ്ക്രൈബ്സിന് വേണ്ടിയിട്ട്, ബാക്കിയുള്ളവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ആയതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റേത് ഏകദേശം ഒരു 25 മിനിറ്റ് തന്നെ ആയിട്ടുണ്ട്, ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്തോണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടോ, സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പാകമാകുമ്പോൾ ഇതായി എന്നർത്ഥം. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നടുവിലൊരു കൊള്ളിയോ സ്ക്യൂറോ വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ആയി എന്നർത്ഥം. ഇനി ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചിട്ട് ടൈം ഡിഫറൻറ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ പറയുന്ന ടൈം തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക്, കാരണം ഓരോരുത്തരുടെ ഫ്ലെയിമിനും ഡിഫറൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം ഒരു 25 മിനിറ്റ് തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ഭാഗവും ഒന്നായിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും ആയി വന്നിട്ടുണ്ട്. ആ പാൻ ഒന്ന് ചൂടായി വരേണ്ട താമസം അത്രേ ആയിക്കുള്ളൂ. ഇനി ഞാനിതാ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് ആയി വന്നില്ലേ, ഒട്ടും കരിഞ്ഞു പോകുന്നു ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് പോള. നമ്മൾ ഷവർമ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഈ ഷവർമ പോള ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം. ഇതാ നല്ല ജ്യൂസി ആയിട്ടുള്ള പോളയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഷവർമ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഈ പോള ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുൻപ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കൂടെ കണ്ടു നോക്കി സപ്പോർട്ട് തരണം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.